ഇന്നത്തെ എവിഷൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. എവിഷൻ പ്രക്രിയയിലെ പ്രൊമോ ഇന്ന് ലാസ്റ്റ് വന്നിരിക്കുന്നത്. പ്രൊമോ പ്രകാരം നമ്മൾ ഋഷിയും അൻഫിവയും കൂടാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം വൈകാരികമായ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആൾക്കാരെ പിടിച്ചിരുത്തുക. അത് അൻഫിവയും ഋഷിയും കൂടെ ലാസ്റ്റ് റൗണ്ട് വരിക എന്ന് പറയുമ്പോൾ അവരിൽ ഒരാളെ പുറത്താകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞു അൻഫിവ പുറത്തായെന്ന്. പക്ഷേ എനിക്ക് ഇതായിട്ട് തോന്നിയത് നമ്മളെ ജാസ്മിൻ്റെ ചിരി. എല്ലാവരും വലിയ വിഷമത്തിലാണ് ഇരിക്കുന്നത്, പക്ഷേ ജാസ്മിൻ മാത്രം മുഖത്തൊരു ചിരി കാണുന്നു. അത് ഈ പ്രൊമോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിൻഡോ ആയാലും അഭിഷേകായാലും അവരുടെ മുഖത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണുകളിൽ ആ വിഷമം കാണാൻ പറ്റും. ബാക്കി ആരുടെയും മുഖം കാണിച്ചിട്ടില്ല. അൻഫിബ, ഋഷി ആണ് ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ലാസ്റ്റ് അൻഫിബയെ കെട്ടിപ്പിടിച്ച് ഋഷി കരയുന്നുണ്ട്. അത് പലപ്പോഴും കരയുന്നുണ്ട്. നീ എൻ്റെ അനുജനാണ് അൻഫിബ പറയുന്നുണ്ട്. അതുപോലെ ഇവരാര് പോയാലും അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് രണ്ടുപേർക്കും സഹിക്കാൻ പറ്റില്ല. ഇവിടെ വന്നതിന് ശേഷം അവർ തമ്മിൽ ഒരു കോംബോ ഒരു വൈബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു സഹോദരി ബന്ധം അവർ ക്രിയേറ്റ് ചെയ്തു. അത് ലാസ്റ്റ് വരെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളെ അൻഫിവ പറയുന്നുണ്ട്, നീ എൻ്റെ സഹോദരൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഈ പ്രൊമോയ്ക്കകത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുമ്പം നമ്മളെ ജാസ്മിൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്നു. ഇത്രയും ദിവസം ഒരു ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി കൂടെ 70-80 ദിവസത്തോളം സഹകരിച്ച വ്യക്തി പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വിഷമം മുഖത്തുണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് ഉള്ളിലെന്താണെങ്കിലും. പക്ഷേ ജാസ്മിൻ്റെ മുഖം പ്രത്യേകം നമ്മളെ പ്രൊമോയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നമ്മളെ അൻഫിബ പുറത്തായിരിക്കുന്നു എന്നത് കൺഫേമാണ്.